ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കോളേജിലെ ഒരു ഡേ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫുള്ള് പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു വെറൈറ്റിയാണ്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളൊരു ക്ലബ്ബും കൂടി കൊളാബ് ചെയ്തിട്ട് ഞങ്ങളൊരു ഫുഡ് സ്റ്റോൾ പോലത്തെ സംഭവം സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, സെയിൽ ചെയ്യുന്നു, അതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഞങ്ങളൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ കോളേജിലേക്ക് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലാബിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് ചെന്ന് ഞങ്ങളെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. കാരണം ഞങ്ങൾ കോളേജിലേക്ക് എത്താൻ ഒരു 9:30 ടൈമിലൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റാളിൽ ഇതെല്ലാതും സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഒരു 2:30 ഒക്കെ ആവുമ്പോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ വന്നിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം പെട്ടെന്ന് തീരില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക് ചാക്ക് പക്കോടയാണ്. ഒരു വെറൈറ്റി നെയിമാണ്. സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു ഫുഡ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് ഡേൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഷുഗർലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുക. അതായത് ഇപ്പോൾ ബ്രൗണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആഡ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ പക്കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഓരോരോ ക്ലിപ്സ് ആഡ് ചെയ്യാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചക്കയും ചിക്കനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സെയിൽ ചെയ്യുന്ന ഫുഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം നമ്മൾ വേൾഡ് ഡയബറ്റീസ് ഡേയോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെയിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട പല ഫുഡ്സും ഞങ്ങൾ ഷുഗറിന് പകരം വേറെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണൊരു സ്പെഷ്യാലിറ്റി. നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫുഡൊക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു അന്ന് സെയിലിംഗ് ഉണ്ടായിരുന്നത്. സോ ഞങ്ങളൊരു 7 ഐറ്റം ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഐറ്റം ഉണ്ടാക്കി. അതിലൊന്ന് നമ്മൾ ഓരോരോ ടീം വൈസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് ചിക് ചാക്ക് പക്കോടയെന്ന്. പിന്നെ ഒരു ടീം ഇതാ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടി ഫിറ്റ് ബൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ റോസ് ബൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മില്ലറ്റ് പെർഫെക്റ്റ്, പിന്നെ ചോക്കോഡേറ്റ് ലാവ കേക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളൊരു 7 ഐറ്റം വെറൈറ്റി ഐറ്റം ആയിരുന്നു ഞങ്ങൾ അന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സംഭവം സെറ്റായി നല്ല മുരിഞ്ഞ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും നമ്മുടെ മാവ് ഇത് റെസ്റ്റ് ചെയ്ത് വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ നമ്മളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ഒരു കുഞ്ഞു ബോളാക്കിയിട്ട് ഒരു പക്കോടൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പക്കോടക്ക് സൈഡായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മിൻറ്റ് ചട്ടിനി ആയിരുന്നു കേട്ടോ. നമ്മൾ മിൻറ്റും ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ നമ്മൾ വിനെഗർ, കേർഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചട്നി എന്നതൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിതാ ഒരുപാട് സംഭവം നമ്മൾ പൊരിച്ച് കഴിഞ്ഞു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജാക്ക് ഫ്രൂട്ട് അതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. സോ അതാണെന്ന് പറയില്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ ഇതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നമ്മളെല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയാക്കിയിട്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് പുറത്ത് പോയി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വെയിലത്ത് പോയി ഞങ്ങൾക്ക് കുറേ ഷോപ്പിൽ നിന്ന് അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അത് സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതായി ചോക്ലേറ്റൊക്കെ ഒന്ന് വാങ്ങി ഞങ്ങൾ ലാബിലേക്ക് വീണ്ടും തിരികെ പോവാണ്. അപ്പോൾ ഓരോരുത്തർ ഭയങ്കര ഓട്ടത്തിലാണ്. കാരണം ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് നമുക്കവിടെ കൊണ്ടുവെക്കാൻ മാം ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ താഴെ കൊണ്ടുപോയി നമ്മുടെ സ്റ്റോളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റോളൊക്കെ വെച്ച് നമ്മളെ സംഭവങ്ങളൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിത് ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രിൻസിപ്പളും മറ്റ് ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് അതൊക്കെ ഒന്ന് ഇനാഗ്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇങ്ങനെ പിക്സൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സെയിലിങ്ങും പരിപാടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റാളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നല്ല സെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പം ഇന്നത്തെ ഒരു ഡേയിൽ ഇത്ര സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങളൊക്കെ കണ്ട പോലെ മെയിനായിട്ട് നമുക്ക് ദിവസം ഫുൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളായിരുന്നു. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.